കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിൽ വർക്ക്ഷോപ്പ് ഉടമയെ കുത്തിക്കൊലപ്പെടുത്തി കോവൂർ സ്വദേശി ഷിബുവാണ് കൊല്ലപ്പെട്ടത്. പ്രദേശവാസിയായ ഉന്മേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. AV ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? ഇരുവരും സുഹൃത്തുക്കളാണോ? എന്ത് തർക്കമാണ് ഇവർക്കിടയിൽ ഉണ്ടായത്? അതായത് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പള്ളിമുക്ക് ഭാഗത്ത് ഈ ഉന്മേഷിന്റെ വീടിന് സമീപത്തിരുന്ന് മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. കോവൂർ സ്വദേശി ഷിബു ആണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ ചില തർക്കങ്ങൾ, അല്ലെങ്കിൽ വീടിന്റെ ബാക്കിലിരുന്ന് മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രദേശവാസിയായ ഉമേഷിനെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പിക്കപ്പ് ഡ്രൈവറായ ഈ പ്രതി മുമ്പും സമാനമായ രീതിയിലുള്ള കുത്തുകേസുകൾ ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മുൻകാല ചരിത്രം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. എന്തായാലും ഈ മാമ്പുഴക്കലിൽ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ഷിബു ആണ് ഇപ്പോഴെന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട വീടിന്റെ സമീപത്തിരുന്ന് മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ നിലവിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മേൽ നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു ജീവൻ തന്നെ നഷ്ടമാകുന്ന കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ശരി, കൊല്ലത്താണ് ഈ അരുംകൊല നടന്നത്. AV ജയശങ്കറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.